മാനുഷികമായ കന്നയുടെ ഉറവകൾ വറ്റിപ്പോകാം. മനുഷ്യനോട് കൃപ കാണിക്കുന്ന അവസ്ഥകൾക്ക് അവസാനം വന്നിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെതായ കരുണ ഒരു നാളും അവസാനിക്കുന്നതല്ല. ദൈവം ഏതൊരു മനുഷ്യനോടും കാണിപ്പാനുള്ള കൃപ അതൊരു നാളും നിലച്ചു പോകുന്നതല്ല. അത് മുഖപക്ഷമില്ലാത്തതും അത് ഏവരോടെയും അവസ്ഥകൾ സഹതാപം കാണിക്കുന്നതുമായ ഒന്നാണ്. 102 സങ്കീർത്തനം 13 വാക്യത്തിൽ, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിനുള്ള സമയം വന്നിരിക്കുന്നു. അതെ, ദാനിയേല് സിംഹഗുഹയിൽ അടക്കപ്പെട്ടപ്പോൾ വലിയവനായ ദൈവം അവന്റെ പ്രാർത്ഥന എവിടെ വെച്ച്? യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് 3 നേരവും കഴിക്കുന്ന ആ പ്രാർത്ഥന അവിടെ ചെന്നിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? തത്സമയത്ത് സിംഹങ്ങളുടെ വായ അടക്കപ്പെടുവാൻ തക്കവണ്ണം ദാനിയേലിനോട് കരുണ കാണിക്കുവാനും ദൈവത്തിൻ്റെ സമയം ആ ദൈവം അവിടെ വെളിപ്പെടുത്തുവാൻ ഇവിടെ ആയിത്തീർന്നു. സ്തോത്രം. ജീവിതത്തിൽ ദാനിയേലിന് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ വന്നു. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഈ അവസ്ഥയെല്ലാം വിലങ്ങുതടിയിട്ട് ശത്രുവാ സാത്താൻ അവനെതിരായി പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന നിലയിൽ രാജാവിനോടല്ലാതെ 30 ദിവസത്തേക്ക് മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്നുള്ളതായ കൽപ്പന പുറപ്പെടുവിച്ചിരുന്ന നടുവിൽ അവൻ എന്ത് ചെയ്തു? തൻ്റെ പ്രാർത്ഥനാ സമയം പതിവ് പോലെ താൻ നിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് അവനെതിരായി ശത്രുക്കൾ എഴുന്നേറ്റ് രാജാവിനോട് അവനെ കുറിച്ചുള്ള പരാതി പറഞ്ഞ് അവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ടപ്പോൾ ദൈവം അത് സ്വർഗത്തിൽ നിന്ന് കണ്ടു. തത്സമയം ദൈവം സിംഹങ്ങളുടെ വായ അടച്ചു. ദൈവത്തിന് കരുണ കാണിപ്പാനുള്ളതായ അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവം എപ്പോൾ കരുണ കാണിക്കണം ദൈവത്തിനറിയാം. എപ്പോൾ നിന്നോട് കൃപ കാണിക്കണമെന്നുള്ളത് കർത്താവിനറിയാം. ദൈവസന്നിധിയിൽ വലിയവനായ ദൈവം നിന്നോട് കൃപ കാണിക്കുവോളം ദൈവത്തിൽ താണിരിക്കുക അത്രേ ചെയ്യേണ്ടത്. യെരുശലേമിലെ മതിലുകൾ തകർന്ന തരിപ്പണമായ അവസ്ഥയെക്കുറിച്ച് കേട്ട് തകർന്നെന്ന് പറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ദിവസങ്ങളായി മുന്നോട്ട് പോയ നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ പ്രതികരണമുണ്ടായി. അവനെ കൊണ്ട് തന്നെ ആ ഇടിഞ്ഞു കിടക്കുന്ന യെരുശലേമിനെ അതിൽ പണിയിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ അവന് നിയോഗമുണ്ടായി. അവനെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ സംഘടിപ്പിച്ച ഉത്തരവാദിത്വം നിവർത്തിക്കുവാനെ കൊണ്ട് ഇടയായി. ശത്രുക്കൾ കാണെ ദൈവം ഇതാ നെഹമ്യാവിനെ ഇസ്രായേൽ ജനത്തെ മാനിപ്പാനിടയായി. നിന്റെ ജീവിതത്തിന്റെ ചില അസാധ്യതകളുടെ നടുവിൽ നീ ഭാരപ്പെടണ്ട. നിന്റെ ജീവിതത്തിന് ഈ നാളിൽ ബുദ്ധിമുട്ടുന്ന വിഷയം എന്തായാലും നീ പ്രയാസപ്പെടണ്ട. ഈ നാളിന് തകർന്നു നുറുകിയിരിക്കുന്ന വിഷയങ്ങൾ അതിനെ ചൊല്ലി ഈ നാളുകളിൽ എത്ര നാള് ഇതിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നീ വിചാരപ്പെടേണ്ട കാര്യമില്ല. വലിയവനാകേണ്ട കർത്താവിന്റെ സന്നിധിയിൽ എല്ലാത്തിനും പരിഹാരവും വിടുതലുമുണ്ട്. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് യിരെമ്യാപ്രവചനം 33 യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവജനന്റെ ജീവിതത്തിൽ ഇവിടെ ഓർപ്പിക്കുന്നത്, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. നിന്റെ ജീവിതത്തിൽ
രോഗശാന്തി തന്ന്, നിന്റെ ജീവിതത്തിൽ ആരോഗ്യം തന്ന്, നിന്റെ ജീവിതത്തിൽ സൗഖ്യം തന്ന്, നിന്റെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെയും സമൃദ്ധിയെ നൽകി നിന്റെ വിഷയത്തിനെല്ലാം പരിഹാരം വരുത്തുവാൻ കർത്താവ് മതിയായവനാണ്. ഈ വചനങ്ങളാൽ കർത്താവ് താങ്കളെ അനുഗ്രഹിക്കട്ടെ.